ആദ്യം ഞാനും അതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ അവൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഷി മെയ്ഡ് ഇറ്റ്. ഇതിപ്പോൾ അവൾക്ക് സർപ്രൈസാണ്. സെലക്ഷൻ കിട്ടിയത് അവൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഇനി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. സോ ആസ് ഐ വാസ് സേയിങ്, ഈ ജോലി എനിക്കൊരു ടൈം പാസ് അല്ല. ഐ നീഡ് ദ മണി. BRSൻ്റെ ബെനിഫിറ്റ്സൊക്കെ മൂത്തവളുടെ കാര്യത്തിന് ചിലവാക്കി. ഇനിയിപ്പോൾ ഇതാണൊരു... അങ്കിളിനോട് ബാർഗെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ വെച്ചേക്കില്ല. പിന്നെ അറിയാലോ, ഞാനൊരു ബിഗിനറാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് തൽക്കാലം. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റൂം 12. നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ട്. അല്ല, രജിസ്ട്രേഷൻ ഉണ്ട്. ഇന്റർവ്യൂ എന്തായി? പല്ലവി, നീ ഡാൻസ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ ഫോട്ടോ അയച്ചു തന്നതല്ലായിരുന്നല്ലോ? അത് ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്നാ മാറ്റിയത്. മറ്റേതത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ആർക്കും. പിന്നെ ഇത് മതിയെന്ന് സന്ദീപ് സാറും പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ ചോദിച്ചത്. അതോ സന്ദീപ് സാർ മാത്രം അറിഞ്ഞു മതി? വിട്ടുപോയി ഗോവിന്ദ്, നീ അത് വലിയ ഇഷ്യൂ ആക്കാതെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പറ. മഹാത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ? ഗോവിന്ദ്, നീ ദേഷ്യം പിടിക്കുന്നത് ഇന്റർവ്യൂ പാസ്സാവാത്തോണ്ടാണോ അതോ ഞാൻ ഈ ഡ്രസ് ഇട്ടോണ്ടാണോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? Winners of the group dance competition. First prize goes to chess number 4. Second prize, chess number 3. And third prize goes to chess number 1, 2, 3. ഞാൻ പറയാം. ഞങ്ങൾ ഓർത്തേയില്ല. ചെല്ലു, ഞാൻ പോയിക്കോളാം. അന്നത്തെ നിശയും ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനി ഒരിക്കലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കളല്ല. എത്രമേൽ മാറി നാം. മലയാളം റെസിറ്റേഷൻ ഫസ്റ്റ് പ്രൈസ് പല്ലവി രവീന്ദ്രൻ. കാണണ്ടേ? കൊള്ളാമോ ഇല്ലയോ അത് പറ. എത്ര നാണ്ടല്ലോ? ഇത് പാക്ക് ചെയ്തു. ശരി സർ. പൈലറ്റ് ട്രെയിനി ഒരു 65 ലിറ്റർ വൈൽഡ് ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് ക്യാമ്പസിൽ ചെന്ന് കയറിയ അതിന്റെ ഗമ അവളുടെ അച്ഛനാ. ഫ്രൈഡേ 2:30 മുംബൈ ഫ്ലൈറ്റ്. അപ്പൊ പറക്കാൻ പോവാണ്. ഇനി ഭൂമിയിലുള്ളവരൊക്കെ ഓർക്കുമെന്തോ. എന്തായാലും നീന്ന് പറഞ്ഞ പോലെ പാട്ടും ഡാൻസൊക്കെ ഗോവിന്ദ ടഫ് സിലബസ് ആണ്. WING. ആർക്കറിയാം, മുംബൈയില് നൈറ്റ് പാർട്ടീസും ഡാൻസ് ക്ലബും ഒക്കെ ആയിരിക്കും. അവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഹോസ്റ്റലൊക്കെ ഒരു ക്യാമ്പസിലായിരിക്കും അല്ലേ? അറിയില്ല ഗോവിന്ദ്. Aren't you happy for me? ഡെഫിനറ്റ്ലി. നമ്മളിൽ ഒരാൾക്കെങ്കിലും നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ പോവല്ലേ. ഐ എം വെരി ഹാപ്പി.
ഞാൻ വിളിക്കാം. മോളെ പോവാ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യത്തെ 2 സർവീസ് ഫ്രീ എന്ന് നിങ്ങളാ പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം മറ്റേ സ്വഭാവം കാണിക്കരുത്. ചെറിയൊരു എമൗണ്ട് ഏത് സർവീസിനും വരില്ലേ? ചെറിയൊരു എമൗണ്ട്. ചെറിയൊരു എമൗണ്ടോ? ആ. 3000 രൂപ ചെറിയൊരു എമൗണ്ട് ആണോ? ആണോ? ഓക്കെ, പറ. എക്സ്ക്യൂസ് മീ, ഈ ഗോവിന്ദ് സാർ അവിടെ കസ്റ്റമറോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഒന്നുകിൽ നിങ്ങൾ സമാധാനം പറ, അല്ലെങ്കിൽ മാനേജറെ വിളിക്കും. സർ ഒരു മിനിറ്റ്. മാനേജർ ഇപ്പോൾ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ആ, ഓക്കെ. മാനേജർ വരട്ടെ. ഇവിടെ ഇപ്പോൾ 2 മാസമായോ? ആകുന്നു. ക്യാമ്പസ് സെലക്ഷൻ ഇല്ല, ആ സമയത്ത് എനിക്ക് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓ, റിയാദിലൊരു കസിൻ വഴി ഒരു ബെറ്റർ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഗുഡ്. സി, ഞാനിപ്പോൾ വന്നത് എന്തിനാന്ന് ഗോവിന്ദന് അറിയാമല്ലോ അല്ലേ? നിങ്ങൾ 2 പേരും യങ്ങാണ്. ഗോവിന്ദന് ഒരു ബെറ്റർ ജോബ് കിട്ടുമോ എന്നുള്ളതൊന്നും എൻ്റെ ടെൻഷനേ അല്ല. അതൊക്കെ ചിന്തിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുവരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്താൽ 2 പേരുടെയും ഗ്രോത്തിന് അത് ഒരുപാട് പോസിറ്റീവാക്കും. പ്രത്യേകിച്ചും പല്ലവിയെ പോലെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാവുമ്പോൾ. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കണ്ട. അങ്കിളിപ്പോൾ എന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ വേണ്ട ഇത് പറയാൻ. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ്. താങ്ക് യു ഫോർ ദ ടൈം. അവളുടെ ചിരി ഇല്ലാതാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. வணக்கம். இன்னைக்கு சென்னையில் இன்னொரு ஜூம்பா அகாடமி ஆரம்பிக்குது. அண்ட் கெஸ் ஹூ இஸ் பிஹைண்ட் இட்? ஹலோ சார். ஹாய். ഹായ്. இப்போ நிறைய மக்கள் മറ്റന്നാ എത്ര മണിക്കാന്നാ പറഞ്ഞേ? 2:30 ഫ്ലൈറ്റ്. എന്ന് പറയുമ്പോൾ ഒരു 10 മണിക്കെങ്കിലും ഇറങ്ങണ്ടേ? We already have one in Mumbai and one in Delhi. And I've named it Zumba Dance Clinic. കൊള്ളാലോ ചെക്കൻ. ആളാരാന്നറിയോ? Cloud9 എയർലൈൻസ് ഇല്ലേ, അതിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാ വിശാൽ രാജശേഖരൻ. എന്നിട്ടാണോ ഈ ഡാൻസും പഠിപ്പിച്ച് നടക്കുന്നത്? ഹരവട്ടനാ. പുള്ളിക്കില്ലാത്ത ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കോഫി ഷോപ്പും ഡാൻസ് സ്കൂളും ഒക്കെ. ഇതിപ്പോ ചെന്നൈയിലെ പുതിയ ഡാൻസ് സ്കൂളിന്റെ ഓപ്പണിംഗാ. Not just working 24 hours a day. I have the ചുള്ളനല്ലേ? and I want others to do തെറ്റു പറയാൻ പറ്റില്ല. that. So, ഫണ്ണുക്കാகவும் ஃபிட்னஸ்க்காகவும் நீங்கள் எல்லாம் வந்து ஜாயின் பண்ணுங்க. No worries. Chill, just chill, okay? The guy outside told me. Damn it. Seriously, the guy told me it's here and the signs are. ഇറ്റ്സ് ഓക്കെ സർ. ഐ എം പല്ലവി. ഞാൻ റിസപ്ഷൻ കമ്മിറ്റിന്നാ. വിശാൽ, അറിയാം സർ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് സ്മോക്ക് ചെയ്യണം. അതിനുള്ള സ്ഥലം ഏതാ? ഇവിടെ അതിനായിട്ടുള്ള സ്ഥലമില്ല സർ. യു കെൻ ഡു ഇറ്റ് ഓവർ ദേ പ്ലീസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ് സർ. ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു മെക്കാനിസം? അത് സർ, ആണുങ്ങൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാണല്ലോ ആണുങ്ങൾ പറയുന്നത്. സോ ബ്ലാ മാത്രം. ഓക്കെ. ഞങ്ങൾ പിന്നെ ബ്ലാ 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 ആണല്ലോ. ആരാണ് ഈ സൃഷ്ടിയുടെ പിന്നിലെ ജീനിയസ്? അറിയില്ല. ആണുങ്ങൾ ആരെങ്കിലും തന്നെ ആയിരിക്കണല്ലോ. വരൂ സർ. സർ വാഷ്റൂം. No. Come. തമിഴ് പൊക്കോ. ഐ എം ഫൈൻ. അല്ല,
ഗസ്റ്റിനൊപ്പം ഉണ്ടാവണമെന്നാണ് സർ. ഐ മീൻ എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടല്ല സർ. ഓ, താൻ ഏത് ഏജൻസിന്നാ? സോ ഈ റിസപ്ഷൻ കമ്മിറ്റിയിലേക്ക് ആളയക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ക്ലോത്ത്സ് തരാൻ പറയണം അവരോട്. ഭയങ്കര തടി വന്നു. എന്താ ഏജൻസിയുടെ പേര്? ജാദൂഗർ. ജാദൂഗർ പേര് കേട്ടാലും അറിയാം. ചുമ്മാണോ എത്ര ചീപ്പ് ഔട്ട്ഫിറ്റ്സ് എംപ്ലോയീസിന് കൊടുക്കുന്നത്? എത്ര കാലമായി അവിടെ? കുറച്ചു നാളായി. കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിടും എനിക്ക്. യു ലുക്ക് സ്മാർട്ട്. ആരെങ്കിലും ജോലി തരണ്ടേ? ആ, ഇതാണ് പ്രശ്നം. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിധി കണ്ടെത്താൻ ചിലർ 99 തവണ കുഴിച്ചു നോക്കിയിട്ട് നിരാശപ്പെട്ടു പോകും. പിന്നാലെ വരുന്നവൻ ഒറ്റ വെട്ടിനെ അത് കണ്ടെത്തുകയും ചെയ്യും, ഒരു ജോലിയും ചെയ്യാതെ. ഫാദറായിട്ട് ഉണ്ടാക്കി വെച്ച ബിസിനസ് ചില മക്കൾ ഏറ്റെടുക്കുന്ന പോലല്ലേ സർ? മുംബൈയിലെ ചൂടും പൊടിയും ഹോറിബിൾ ട്രാഫിക്കും. സ്മോക്കും ഹൊറിബിൾ ആണ് സർ. As pilots, you should always remember one rule. An airline should be an emotion. It has to touch the passengers' hearts. And the pilot is the person who runs the show. So your attitude as a pilot matters a lot. After all, you are not just driving a sail. You are flying a machine. Good luck, guys. Thank you. ഈ ഒരാൾ തുടങ്ങി വെച്ച് മറ്റൊരാൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കുന്ന ആൾക്ക് വിവരവും കഴിവുണ്ടെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടായിരിക്കണമല്ലോ അത് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അത് എപ്പോഴേ നിന്നു പോകും. A, m is equal to 0.6. B, m is equal to 0.8. Go waves approaching from front. Is my class disturbing you? No sir, I was Should I stop my class so that you can continue talking? just putting it on silent sir. No. You were messaging. Yes, but Boyfriend? I think that's a very personal question to ask sir. Then I guess I'll stick to impersonal questions. What is V2? Take off safety speed. And what is relationship between VS and V2? V2 is equal to or greater than 1.2 VS. What is VX? Best angle of climb. VY? Best rate of climb. What is Dutch roll? So, this question's from a chapter we haven't been taught yet, but I think it's an oscillatory instability of swept back wings. Do you know mobile phones are not allowed in the class? I am sorry, sir. Leave the class. So I was telling you sudden increase of pressure, temperature and humidity influence the air density. O waves approaching from front. ക്ലാസ്സിലാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? എന്നെ പുറത്താക്കി മതിയായി നിനക്കിപ്പോ. മേലിൽ ഈ സമയത്ത് എന്നെ വിളിക്കരുത് ഗോവിന്ദ്. അയ്യോ sorry. Really sorry. അച്ഛനമ്മയ്ക്ക് അറിയാവോ? ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് തന്നെ വിളിച്ചു.
എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ആദ്യം വിളിക്കണമെന്ന് തോന്നിയത് നിന്നെ. നിനക്കത് കേൾക്കാൻ നേരമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ജോലി? ജോലി പോട്ടെ, ഞാൻ തന്നെ എന്തിനാ? റിയാദില് ഡ്രീം ജോബാ. ഒരു ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. പിന്നെ നമുക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട. എനിക്ക് നീയില്ലാണ്ട് പറ്റണം. Duley Tower, Victor Mike X-ray. Left downwind 27. Roger, report left. Downwind 09, wind 0904 knots. Winds monitored. We'll use runway 27. Roger, report final runway 27. So Pallavi, this is your first solo landing. All the best. What you have earned today is not just a license. It is the power to lend wings to the dreams of many. Congratulations. Avinash Kumar. Oh my god. So? I mean, wow. ടൈപ്പ് റൈറ്റിങ്ങിന് മിക്കവാറും ഡൽഹിയോ ചണ്ഡീഗഡ്. ഞാൻ മിക്കവാറും ഡൽഹി തന്നെ പിടിക്കും. തനിക്കത് ഹോം ടൗൺ ആയതുകൊണ്ട് കൂടുതൽ സൗകര്യമായി. TNC ആണോ? IGI തീരുമാനിച്ചിട്ടില്ല. ഓ, ഞാൻ എന്തായാലും ഒരു കുളുമണാലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. Wow. ഞാനും പതുക്കെ ഉള്ളൂ. ഇന്റർനാഷണൽ ഫ്ലൈങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. ഹലോ അച്ഛാ. എക്സാക്ട്ലി. നിങ്ങളെ രണ്ടുപേരും സമ്മതിക്കണം. അല്ല, ഞങ്ങൾ ബാൻഡ്രിയിലാ ഡിന്നർ കഴിക്കാം. ചെയ്യായിരിക്കും. ഇല്ല, അച്ഛൻ കിടന്നോളൂ. ഞങ്ങൾ മിക്കവാറും ലേറ്റ് ആവും. നാളെ രാവിലെ വിളിക്കാം. 2 വീലറിലൊന്നും അല്ല അച്ഛാ, അവിനാശിന്റെ കാറിലാ. ഡോൺ വരി. അച്ഛനാ. ഹായ് പറഞ്ഞു. അതെ, അവിനാശ് അച്ഛനോട് ഹായ് പറയുന്നു. തിരിച്ചു. നാളെ രാവിലെ വിളിക്കാം. ആ ശരി, ഗുഡ് നൈറ്റ്. സോ വാട്ട് ആർ യുവർ പ്ലാൻസ്? വാട്ട്സ് ദ ഡിസ്കഷൻ അബൌട്ട്? ഡൊമസ്റ്റിക് ഓർ ഇന്റർനാഷണൽ? ഇന്റർനാഷണൽ. സംശയം എന്താ? ഡിയോ? യാ. Just a second. എങ്ങനെ പ്ലാൻ? ഹലോ, ഞാൻ റൂമിലാ. സൈലൻറ്റിലായിരുന്നു. ഇല്ല, ഞാൻ കിടക്കാൻ തുടങ്ങുക. ഭയങ്കര ക്ഷീണം. ഞാൻ നാളെ വിളിക്കട്ടെടാ. നല്ല ഉറക്കം വരുന്നു. ഐ ലവ് യു. Okay guys, good night. All right then. See you guys. Bye, bye. Cyrus, bye. Bye bye. Good night. പറഞ്ഞതേ ഇല്ല. പ്രിപ്പയർഡ് ആയിരുന്നല്ലേ? ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി ഒന്ന്. ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വേഷവും മുടിയും എല്ലാം വേറെ ആയിരുന്നല്ലോ. ഞാൻ പറയാതിരിക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടോ?
ഇങ്ങനെയാണോ എല്ലാ രാത്രിയും ഗുഡ് നൈറ്റ് പറയാൻ വിളിക്കാറ്? അല്ല 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 അപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു നുണ പറയാൻ തോന്നിയത് കോയിൻസിഡൻസ് ആയല്ലേ? വിശ്വസിച്ചിരിക്കുന്നു കണ്ണടച്ച്. ഇനി എന്തൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാതെ വെച്ചിരിക്കുന്നത്? പേടിയാ എനിക്ക് നിന്നെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴല്ലോ? എനിക്ക് ശ്വാസം വിടണം ഗോവിന്ദ്. പേടിക്കാതെ ശ്വാസം വിടണം എനിക്ക്. അതിന് ഞാനാണോ തടസ്സം? അതെ, നീയാണ് തടസ്സം. എനിക്ക് എന്നെ പോലെ ആവണം ഗോവിന്ദ്, ഇനിയെങ്കിലും. നിനക്ക് വേണ്ട എന്നെ പോലെയല്ല, എനിക്ക് വേണ്ട എന്നെ പോലെ. ആ എന്നെ കൂടെ ഇഷ്ടപ്പെടാമെങ്കിൽ ഇഷ്ടപ്പെട്ടാ മതി. ആ എന്നെ എന്ന് പറയുമ്പോ അതിൽ എന്റെ സ്ഥാനം എവിടാന്നുള്ളത് എനിക്കറിയണം. പാതിര വരെ തോന്നിയെടുത്തൊക്കെ നടന്നിട്ടും ഉറങ്ങി എന്നുള്ള കള്ള മെസ്സേജ് ഇനി ഞാൻ പ്രതീക്ഷിക്കണോ? ജോബ് ഇന്റർവ്യൂ ഒന്ന് ഇവിടെ വെച്ചായിരുന്നു. ജോലി ഏതാണ്ട് കൺഫേം ആയി. നമ്മൾ അടുത്ത മാസം റിയാദിലേക്ക് പോകുന്നു. എനിക്ക് ഇനി ഇവിടെ 2 മാസം കൂടെ ബാക്കിയുണ്ട്. അത് പറ്റില്ലെന്നാ ഞാൻ പറയുന്നത്. അത് നീ പറയുന്നത്. എന്റെ കോഴ്സിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ നീ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. വേണം, ചിലപ്പോഴെങ്കിലും. കോഴ്സ് തീരണ്ടെന്ന് തോന്നുന്നു. മാറി മാറി കൂടെ കിടക്കാൻ ഇങ്ങനെ തൊലി വെളുപ്പുള്ള ആണുങ്ങളെ കിട്ടുമ്പോ. Get lost. Get lost from my life. നീ എന്താ വിചാരിച്ചത്? നീ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പോയി ചത്തുപോയോ? സോറി, നിനക്കറിയാലോ എന്നെ. എനിക്കറിയില്ലടാ എനിക്ക് എന്താ പറ്റിയെന്ന്. എന്റെ ഫോൺ തീർക്കും പ്ലീസ്. പല്ലവി, നീ പറയുന്ന പോലെ എല്ലാം ചെയ്യാം നമുക്ക്. നീ പറഞ്ഞ പോലെ നിന്റെ കോഴ്സ് തീരട്ടെ, എന്നിട്ടും ഹാസ് യു വിഷ്. ഓക്കെ, നീ സംസാരിക്കില്ല തീരുമാനിച്ചല്ലോ. ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല. നിന്നെ നല്ല ഈ ലോകത്തിൽ ആര് മരിക്കാൻ പോല കേട്ടല്ലോ. ഇനി ഒരിക്കലും എന്നെ പറ്റി സ്കൂട്ടർ ഞാൻ എടുക്കുന്നില്ല. തനിക്ക് പുറത്ത് പോകണമെന്നുണ്ടേ. അതെ, ഒരു കോഫിക്കെങ്കിലും വന്നേക്കണേ, അല്ലെങ്കിൽ എനിക്ക് ബോറടിച്ച് വട്ടാവും. പല്ലവി, എനിക്കൊന്ന് സംസാരിക്കണം.